പ്രിയമുള്ളവരെ, റൂട്ട്സ് ഓഫ് നിധി ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് സൗത്ത് ഇന്ത്യയിലെ പ്രബല രാജവംശങ്ങളായിരുന്ന ബദാമി ചാലൂക്യരുടെയും രാഷ്ട്രകൂടരുടെയും സംരക്ഷിത പ്രദേശവും പ്രൗഢവും അതിബൃഹത്തും സങ്കീർണവുമായ പട്ടടക്കല്ല് ശ്രീ വിരൂപാക്ഷ ക്ഷേത്ര സമുച്ചയത്തിലേക്കാണ്. 1300 വർഷങ്ങൾക്ക് മുൻപ് പണിതീർത്ത ഈ മഹാനിർമ്മിതി യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളതാണ്. ശില്പ സൗകുമാര്യവും മിശ്രശൈലികളും പൗരാണിക എഞ്ചിനീയറിംഗ് വിസ്മയവും സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്ന ഈ അത്ഭുത ക്ഷേത്രം കണ്ണിനും മനസ്സിനും നമുക്ക് ഒരുപോലെ ആനന്ദത്തെ സമ്മാനിക്കും. സൗത്ത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ചെറുതല്ലാത്ത സ്ഥാനമുള്ള മാലപ്രഭ കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. ഈ നദിയുടെ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്ക് തെക്കോട്ടാണ്. പക്ഷേ ഈ പ്രത്യേക സ്ഥാനത്ത് വെച്ച് ഇവൾ വടക്കോട്ട് തിരിഞ്ഞൊഴുകുന്നു. ഇത്തരം ഭൂമി ലക്ഷണങ്ങൾ കൊണ്ട് മാലപ്രഭ ഉത്തരവാഹിനി എന്ന വിശേഷണത്തിന് അർഹയായിട്ട് ഈ തിരിയുന്ന ഇടം പുണ്യസ്ഥലമായി കണക്കാക്കുന്നു. അതിനാൽ ഇതിന്റെ പടിഞ്ഞാറേ കരയിൽ വാസ്തുശില്പികൾ ഈ ക്ഷേത്രം നിർമ്മിക്കാൻ സ്ഥാനം കണ്ടെത്തുകയും ചെയ്തു. ഈ ക്ഷേത്രം കിഴക്ക് ദർശനമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വലിയ കോംപ്ലക്സിനകത്ത് വ്യാപകമായിട്ട് ചെറുതും വലുതും വ്യത്യസ്തത പുലർത്തുന്നതുമായ നൂറുകണക്കിന് ശിവലിംഗങ്ങൾ കാണാനാവും. അവയ്ക്കെല്ലാം ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള നിഗൂഢതകളും ഗൂഢാർത്ഥങ്ങളും ഇന്നും അവശേഷിപ്പിച്ചിട്ടുണ്ട്. അതായത് ആ സങ്കല്പങ്ങൾ മുഴുവനും വ്യാഖ്യാനിച്ചെടുക്കൽ അത്ര എളുപ്പമല്ല എന്നർത്ഥം. ഉത്തര ദക്ഷിണേന്ത്യൻ വാസ്തുശൈലിയുടെ സങ്കീർണതകൾ അതിഭംഗിയാർന്ന രീതിയിലും മുഷിച്ചിലുമില്ലാതെ ഇവിടെ സംയോജനം നടത്തിയത് ഇതിനെ ഒരു വിശിഷ്ട നിർമ്മിതിയാക്കുന്നുണ്ട്. ഹൈന്ദവ ജൈന ക്ഷേത്രങ്ങൾ ചേർന്ന ഇവിടം 10 വലിയ ക്ഷേത്രങ്ങളായും നിരവധി ചെറുക്ഷേത്രങ്ങളുമായി ചേർന്ന് വ്യാപിച്ചു കിടക്കുന്നു. ഉത്തരേന്ത്യൻ രേഖനഗര വാസ്തുശൈലിയും തെക്കേന്ത്യൻ ദ്രാവിഡ വിമാന വാസ്തുശൈലിയും ഇവിടെ ഉത്തരോത്തരം മാറ്റുരയ്ക്കുന്നുണ്ട്. ഇവിടങ്ങളിൽ സുലഭമായതും ഉറപ്പുള്ളതും രൂപാന്തരശിലയുമായ ചുവന്ന മണൽക്കല്ലുകൊണ്ടാണ് ഈ ക്ഷേത്രം പണിതീർത്തിരിക്കുന്നത്. ക്ഷേത്രത്തിലെ ചില പ്രത്യേക ഘടകങ്ങൾ മിനുസമേറിയ ഗ്രാനൈറ്റ് ശിലയിലും പണിതീർത്തപ്പോൾ ഇവിടെ നിറങ്ങളുടെ ഒരു വലിയ മഴവില്ല് തന്നെ കാണാം. ഈ പ്രദേശത്തിന്റെ പൊസിഷനും മാലപ്രഭയുടെ ഇളം പച്ചപ്പും ക്ഷേത്രത്തിന്റെ പരുക്കൻ ചുവപ്പും മുറ്റം നിറയെ മരതകപ്പട്ട് പോലെ വ്യാപിച്ചു കിടക്കുന്ന പച്ചപ്പുൽ തകടിയും ഇതിനെല്ലാം പിന്നണിയായി തെളിഞ്ഞ നീലാകാശം കൂടിയാകുമ്പോൾ ഈ നിർമ്മിതി അദ്വിതീയമായ ഒരു ക്ലാസിക് ശില്പമാവുന്നുണ്ട്. ഈ ക്ഷേത്രം നിർമ്മിക്കുവാനായി പ്രധാനമായി 3 വാസ്തുശില്പികളെയാണ് അന്ന് നിയോഗിച്ചത്. ഗുണ്ടു ഹനുമതാചാര്യ, സർവസിദ്ധിമാചാര്യ, തിരുക്കോണമാചാര്യ എന്നീ ശില്പിത്രയങ്ങളായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ ചീഫ് ആർക്കിടെക്റ്റുകൾ. ഈ പേരുകൾ ഇന്ന് സർവ്വസാധാരണമല്ല. ഇത് 1300 വർഷങ്ങൾക്ക് മുൻപ് സാധാരണ ഉപയോഗിച്ചിരുന്ന പേരുകളാണെന്ന് ഊഹിക്കുക. 1300 വർഷങ്ങൾക്ക് ഇപ്പുറവും ഈ ബൃഹക്ഷേത്രത്തിന് കാര്യമായിട്ടുള്ള കോട്ടങ്ങളോ കേടുപാടുകളോ സംഭവിച്ചിട്ടില്ല എന്നത് ആ മൂവരുടെയും മഹത്വത്തെ വിളിച്ചോറുന്നു. അല്പം തമാശയോട് പറഞ്ഞാൽ അവരുടെ ആത്മാക്കൾ ഇന്നും ഈ നിർമ്മിതിയുടെ മെയിൻ്റനൻസ് അദൃശ്യമായിട്ട് നടത്തുന്നുണ്ടാവാം. പുരാണേതിഹാസങ്ങളിലെ പല സന്ദർഭങ്ങളും ഇവിടെ വൻതോതിൽ കൊത്തിവെച്ചിട്ടുണ്ട്. മണൽക്കല്ലിന് തേയ്മാനം മൂലം ഇന്ന് അത്ര കണ്ട് അവ വ്യക്തമല്ല. പക്ഷേ സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കിയാൽ പലതും ഇന്നും വ്യക്തമാണ്. ഇതാണ് വിശിഷ്ടമായിട്ടുള്ള നന്ദി മണ്ഡപം. ഇവിടെ കൃഷ്ണശിലയിൽ ജീവൻ തുടിക്കുന്ന ഒരു നന്ദി വിഗ്രഹം സദാ ജാഗരൂകനായി നിലകൊള്ളുന്നുണ്ട്. ഒരു സംരക്ഷിത പ്രദേശമായതിനാൽ ഈ ക്ഷേത്രത്തിൽ ഇന്ന് നിത്യാരാധന നടക്കുന്നില്ല. പക്ഷേ തൻ്റെ യജമാനനോടുള്ള നിസ്വാർത്ഥവും കളങ്കവുമില്ലാത്തതും വറ്റാത്തതുമായ ഭക്തി കൊണ്ട് ഒരു നിമിഷം പോലും കണ്ണടയ്ക്കാതെ ഇരിപ്പുറപ്പിച്ച ആ വലിയ കാള ഇന്നും അവിടം സന്ദർശിക്കുന്നവരുടെ ആവലാതികൾ ഒരു ചെവിയിലൂടെ കേൾക്കും. അത് തൻ്റെ യജമാനനോട് മൗനമായി ബോധിപ്പിക്കുകയും ചെയ്യും. ഇത് ആയിരക്കണക്കിന് വർഷങ്ങളായി അഭംഗുരം തുടരുന്നു. നിത്യാരാധന നടക്കുന്നില്ലെങ്കിലും പ്രതീകാത്മകമായിട്ട് ഇന്നും ഇവിടെ ഒരു പുരോഹിതൻ തൻ്റെ മുൻഗാമികൾ ചെയ്തുകൊണ്ടിരുന്ന കർമ്മം മുടക്കമില്ലാതെ അനുഷ്ഠിക്കുന്നുണ്ട്. ഒരു കാലത്ത് സാംസ്കാരികമായി വളരെ ഉന്നതി പ്രാപിച്ച ഈ പ്രദേശം ഇന്ന് ആളൊഴിഞ്ഞൊരു പൂരപ്പറമ്പ് പോലെയാണ്. ഗതകാലത്തിലെ തിരക്കുകളോ ജനസഞ്ചയങ്ങളോ ഇന്നിവിടെ കാണാനാവില്ല. പകരം ഏതാനും ചില വിദേശ സന്ദർശകരെയും ഏതാനും ചില നാട്ടുകാരെയും മാത്രം ഇവിടങ്ങളിൽ കാണാം. പിന്നെ ഇത് പഠനാർത്ഥം ഇവിടെ സന്ദർശിക്കാൻ വരുന്ന ആളുകളും.
അതിവിശാലമായി പരന്നു കിടക്കുന്ന ഡക്കാൻ പീഠഭൂമികളിൽ നാം അറിയാത്ത നിരവധി ചരിത്ര പ്രാധാന്യമുള്ളതും അഭൗമ സൗന്ദര്യം തുടിക്കുന്നതുമായ നിരവധി ക്ലാസിക് നിർമ്മിതികളുണ്ട്. അവയെ തേടിപ്പിടിച്ച് നേരിൽ കണ്ട് ആ വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഈ ചാനലിൻ്റെ പ്രധാന ഉദ്ദേശം. എന്തുതന്നെയായാലും മാലപ്രഭ എല്ലാ ചരിത്ര മുഹൂർത്തങ്ങൾക്കും മൂകസാക്ഷിയായി വളരെ ശാന്തതയോടെ ഇന്നും ഒഴുകുന്നു. ഒരു വലിയ പ്രദേശത്തിൻ്റെ ജീവനാഡിയായി കാർഷിക സമൃദ്ധി നൽകിക്കൊണ്ട് ഇന്നും നിലയ്ക്കാത്ത പ്രയാണം.